നമുക്ക് പേപ്പർ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേപ്പർ ഓക്കെ. 2ന്റെ ഒരു ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024 തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ ഇതില് ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യന് റേഡിയോഗ്രാഫിക് കാസറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഓക്കെ, ഈ പേപ്പർ നമുക്ക് ഓക്കെ. കുറച്ചുകൂടെ പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും, കുറച്ചുകൂടെ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. മറ്റേതിൽ ഫിസിക്സ് ഉള്ളതിനേക്കാളും കൂടുതൽ നല്ല ടോപ്പിക്സ്. ഇപ്പോൾ റേഡിയോഗ്രാഫിക് കാസറ്റ്, ഇപ്പൊ കാസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പഴയ കൺവെൻഷണൽ റേഡിയോഗ്രാഫിയിൽ വരുന്ന സാധനമാണ്. ഫിലിം സ്ക്രീൻ റേഡിയോഗ്രാഫി ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ് കാസറ്റ്. അപ്പൊ കാസറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ആയിട്ട് ആക്ട് ചെയ്യുക. നമ്മളെ ഫിലിമിനും ഇന്റൻസിഫയിങ് സ്ക്രീനും ഉണ്ടല്ലോ, അത് രണ്ടിനെയും കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആയിട്ടാണ് ഇതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇറ്റ് സെർവ്സ് ആസ് എ കണ്ടെയ്നർ ഫോർ എക്സ്റേ ഫിലിംസ് ആൻഡ് ഇന്റൻസിഫയിങ് സ്ക്രീൻ. പിന്നെ വേറെ എന്തൊക്കെയാ റോൾ ഉള്ളത്? ക്യാപ്ചറിങ് ആൻഡ് പ്രിസർവിംഗ് ദ മെഡിക്കൽ ഇമേജസ് ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. അപ്പൊ ക്യാപ്ചർ ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഒക്കെ ഈ കാസറ്റിനകത്തല്ലേ നമ്മൾ വെക്കുന്നത്. ഇനി കാസറ്റിന്റെ എന്തൊക്കെയാണ് കാസറ്റിൽ വരുന്നത്? നമ്മൾ പുറമേ നിന്ന് ഇപ്പൊ ഒരു കാസറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. The side which is having the latches is the back side and other facing the patient is the front side. അപ്പൊ latches ഉണ്ടാവും. ആ ലാച്ചസ് നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നമുക്ക് പേഷ്യന്റിന്റെ ഐഡി ഒക്കെ ഫിൽ ചെയ്ത് വെക്കാൻ, ഉള്ളിലേക്ക് ബാർകോഡ് എന്തെങ്കിലും എൻ്റർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലാച്ചസ് ബാക്ക് സൈഡും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ സൈഡാണ് നമ്മൾ പേഷ്യന്റിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാസറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഇപ്പൊ ഒരു ചെസ്റ്റ് AP അല്ലെങ്കിൽ AP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോറി, ഫ്രണ്ട് സൈഡ് ആയിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ വരയ്ക്കുക. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ പിക്ചർ ആണ്. ജസ്റ്റ് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക, രണ്ട് ഇതും വരച്ച് വെക്കുക. ലാച്ചസും ഉണ്ടാവും, ലോക്ക് ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ കാസറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലെ ഫിലിം പുറത്തേക്ക് എടുക്കാം. എവിടെന്നാ നമ്മളിത് പുറത്തേക്ക് എടുക്കുക? ഫിലിം ഡാർക്ക് റൂമിനകത്ത് വെച്ച് മാത്രം. ഡാർക്ക് റൂമിനകത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു കാസറ്റ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിനകത്ത് എന്താ ഉള്ളതും കൂടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചു വെക്കുക. എന്തൊക്കെയുണ്ട്? രണ്ട് സ്ക്രീൻ ഉണ്ടാവും, ഇന്റൻസിഫയിങ് സ്ക്രീൻ. ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ഇന്റൻസിഫയിങ് സ്ക്രീൻ ഉണ്ടാവും. സെന്ററിൽ ഒരു ഫിലിം ഉണ്ടാവും, എക്സ്റേ ഫിലിം. എക്സ്റേ ഫിലിമിന് എന്തൊക്കെയുണ്ട്? ഇമൾഷനും ഉണ്ട്, ബേസും ഉണ്ട്. ഓക്കെ, സിൽവർ ഹാലൈഡ് ഉള്ള ഇമൾഷനും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബേസും. ഓക്കെ, എക്സ്റേ ഫിലിം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പിക്ചർ വരച്ചു വെക്കാം. ഇനി നമുക്ക് ഓരോ കോമ്പണന്റ് നോക്കാം, എന്തൊക്കെയാണ് ഉള്ളത് കാസറ്റിന്. അപ്പൊ കാസറ്റിന്റെ ഫ്രണ്ട് സൈഡ്, നമ്മളെ പേഷ്യന്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന സൈഡ്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ചെറിയ അറ്റോമിക് നമ്പർ ഉള്ള പ്ലാസ്റ്റിക്, കാർബൺ ഫൈബർ, അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എക്സ്റേ ബീം കടന്നു പോകണമല്ലോ. ഓക്കെ, അപ്പൊ എക്സ്റേ ബീമിനെ ട്രാൻസ്മിറ്റ് ചെയ്യും വേണം, അറ്റ് ദ സെയിം ടൈം അതിനെ അറ്റൻവേറ്റ് ചെയ്യാൻ പാടില്ല. എക്സ്റേ അറ്റൻവേഷൻ കുറവായിരിക്കണം. അറ്റൻവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റേ ബീമിന്റെ ഇന്റൻസിറ്റി കുറയുന്നതിനാണ് അറ്റൻവേഷൻ എന്ന് പറയുന്നത്. അറ്റൻവേഷൻ എന്തൊക്കെ രീതിയിൽ സംഭവിക്കാം? സ്കാറ്ററിംഗ് വഴി അറ്റൻവേഷൻ സംഭവിക്കാം, അബ്സോർപ്ഷൻ വഴി അറ്റൻവേഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ അറ്റോമിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് ആണ് നമ്മളിപ്പോ ഈ ബാക്ക് സൈഡ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിലാണ് ഈ ലാച്ചസും ലോക്സും ഒക്കെ ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ അറ്റോമിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. എന്തുകൊണ്ടായിരിക്കാം? സ്കാറ്റർ റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെഡ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് സ്കാറ്റർ റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ പുറകിൽ ചെറിയൊരു വിൻഡോ ഉണ്ടാകും, അതിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ ഐഡി കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കാസറ്റ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാറിപ്പോയാലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തിരിക്കുന്ന ഇന്റൻസിഫയിങ് സ്ക്രീൻസ്. ഇന്റൻസിഫയിങ് സ്ക്രീൻ ആണ് ഇപ്പോൾ എക്സ്റേ ബീം പേഷ്യന്റിലൂടെ പാസ് ചെയ്ത് ഈ കാസറ്റിലൂടെ പാസ് ചെയ്ത് ആദ്യം എത്തുന്നത് ഫ്രണ്ടിൽ ഇന്റൻസിഫയിങ് സ്ക്രീനിലാണ്. അപ്പൊ ഈ ഫ്രണ്ടിൽ ഇന്റൻസിഫയിങ് സ്ക്രീൻ എന്ത് ചെയ്യും? എക്സ്റേനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ലൈറ്റ് ആണ് ഫിലിമിൽ എത്തുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫിലിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് ഡെവലപ്പിംഗിൽ ഡാർക്ക് റൂം ടെക്നിക്സിൽ പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇന്റൻസിഫയിങ് സ്ക്രീനിന്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്റേനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ട് സ്ക്രീൻ നമ്മൾ ഈ പിക്ചറിൽ കണ്ട പോലെ തന്നെ രണ്ട് സ്ക്രീനിന്റെ ഇടയിലായിട്ടാണ്
എക്സ്റേ ബീം എക്സ്റേ ഫിലിം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. Then compressive material such as radiolucent plastic foam is kept in between the back screen and the cassette cover. ഈ ബാക്ക് സ്ക്രീനിലെ ബാക്കിലെ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ടല്ലോ, അതും കാസറ്റിന്റെയും ഇടയിൽ ഒരു എന്തെങ്കിലും ഒരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവാനാ, ലൂസ് ആവാതെ പോവാതെ കറക്റ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീനും ഫിലിമും കറക്റ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുവഴി ആർട്ടിഫാക്ട്സ് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എക്സ്റേ ഫിലിം ആണ് നമ്മൾ റേഡിയോഗ്രാഫിക് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും എല്ലാം. ഓക്കെ, ഫിലിമിനകത്താണ് ഇമേജ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഫിലിമിന്റെ കോമ്പണന്റ്സ് എന്തൊക്കെയാണ്? ഫിലിമിന് ഒരു ബേസ് ഉണ്ട്, ഒരു അഡ്ഹസീവ് ലെയർ ഉണ്ട്, ഇമൾഷൻ ഉണ്ട്, പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഓവർ കോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ കാസറ്റിനെ പറ്റിയിട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എന്നാലും ഇതൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ലോക്കിംഗ് മെക്കാനിസം. ഈ ബാക്കിൽ ഒരു ലോക്ക് കണ്ടല്ലോ, ഇത് ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫിലിമിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഫോഗ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ കോമൺലി നമ്മൾ കൺവെൻഷണൽ റേഡിയോഗ്രാഫിയിൽ യൂസ് ചെയ്തിരുന്ന കാസറ്റിന്റെ സൈസുകളാണ്. 13x18 ഉണ്ട്, 18x24 ഉണ്ട്, 24x30 ഉണ്ട്. പിന്നെ 2040 നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, 3040 ഒന്നും യൂസ് ചെയ്യാം. പിന്നെ 35x35 ഉം 35x43 ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് മുഴുവൻ എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ഏതെങ്കിലും ഒരു 2-3 എണ്ണെങ്കിലും മെൻഷൻ ചെയ്തിട്ടാ മതി. ഓക്കെ, നമ്മള് ഡിപ്പാർട്ട്മെന്റ് 12-10, 10-8, 40-40, 70-40 അങ്ങനെയല്ലേ പറയാറ്? അത് CR അല്ലേ? ഇത് മാനുവൽ. ഓക്കെ ഓക്കെ ഓക്കെ, 10-8 ഒക്കെ ഇഞ്ചസ് ആണ് കേട്ടോ. 10-8, 10-12 ഒക്കെ ഇഞ്ചസ് ആണ്. അത് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 24x ഇതായിട്ട് വരും, ഡബിൾ ആയിട്ട് വരും. ഓക്കെ, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ഒരു കാസറ്റിന്റെ മെയിന്റനൻസ്, കെയർ എന്നുള്ളത്? നമ്മൾ റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഡസ്റ്റ് കാരണമുള്ള ആർട്ടിഫാക്ട്സ് വരും. ഓക്കെ, ഇപ്പൊ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ക്ലീനിങ് ചെയ്യണം. പിന്നെ പ്രോപ്പർ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യണം, ഡ്രൈ ക്ലീൻ എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്യണം, കണ്ടാമിനേറ്റ് ആവാണ്ടിരിക്കാൻ. പിന്നെ ഇൻസ്പെക്ഷൻ, ഇടയ്ക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, വെയർ ആൻഡ് ടയർ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാസറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. ഈ പിക്ചർ നിർബന്ധമായിട്ടും വരയ്ക്കാം. പിന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, എന്താണ് കാസറ്റ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് പിക്ചർ രണ്ടും വരയ്ക്കുക, സ്ക്രീനും വരയ്ക്കുക, ഫിലിമും സ്ക്രീനും വരയ്ക്കാം. പിന്നെ ഓരോ കോമ്പണന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. 5 കോമ്പണന്റ്സ് ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഓരോ സൈസ് പറയാം, കെയറും മെയിൻ്റെനൻസും പറയാം. ഓക്കെ, ഇനി ഡിജിറ്റൽ റേഡിയോഗ്രാഫിക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് പറയാം, ഡെവലപ്മെന്റിന്റെ കാര്യം ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദി ഡെവലപ്പർ സൊല്യൂഷൻ. അതേപോലെ തന്നെ റീപ്ലെനിഷ്മെന്റും. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? എക്സ്റേ ബീം കാസറ്റിൽ വന്നു, ഇന്റൻസിഫൈങ് സ്ക്രീനിലൂടെ കടന്നു പോയപ്പോ എക്സ്റേ ബീം ലൈറ്റ് ബീമായി. ആ ലൈറ്റ് എന്ത് ചെയ്തു? നമ്മള് ഫിലിമിനെ എക്സ്പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫിലിമിനകത്തുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അതിനിപ്പോ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്പോസ് ചെയ്ത് അതായത് ഇപ്പൊ സിൽവർ അയേൺസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഫിലിമിനെ എടുത്ത് നമ്മൾ ഡാർക്ക് റൂമിൽ കൊണ്ടുപോവാണ്. അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡെവലപ്പിംഗ് ആണ് മെയിൻ സ്റ്റെപ്പ്. ബാക്കിയുള്ളതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നില്ല. റിൻസിങ്, ഫിക്സിങ്, വാഷിംഗ് ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. അപ്പൊ ഡെവലപ്മെന്റ് എന്താന്ന് നോക്കാം. ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആ ഒരു ലാറ്റന്റ് ഇമേജ്, ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് കാണാൻ പറ്റാത്ത ഇമേജ് അല്ലേ, നമുക്ക് കാണാത്ത ഇമേജിനെ നമ്മൾ ലാറ്റന്റ് ഇമേജ് എന്ന് പറയും. അപ്പൊ ആ ലാറ്റന്റ് ഇമേജിനെ വിസിബിൾ ഇമേജ് ആക്കി മാറ്റുന്നത് ഈ ഡെവലപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഡെവലപ്പറിൽ മുക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇമേജ് കാണാം. ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഡെന്റൽ ഫിലിം ഏതെങ്കിലും? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിപ്പ് ചെയ്യുന്നതാണ് ഡെവലപ്പർ സൊല്യൂഷൻ. അപ്പൊ ഇതിന് അപ്പൊ അതാണ് നമ്മൾ ജസ്റ്റ് ഡെവലപ്പർ സൊല്യൂഷൻ എന്താണെന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഡെവലപ്പിംഗ് എന്താന്ന് ആദ്യം പറയാം, അതിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഡെവലപ്പർ. അപ്പൊ ഡെവലപ്പർ ചെയ്യുന്നത് ഇപ്പൊ എക്സ്പോസ്ഡ്, ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ അയോൺ ഉണ്ടല്ലോ, Ag+. ഓക്കെ, സിൽവറിന്റെ കെമിക്കൽ നെയിം
Ag ആണ്. അപ്പൊ Ag പ്ലസ് എന്ന് പറഞ്ഞാൽ അയോൺ ആയി. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ എക്സ്പോസ്ഡ് സിൽവർ അയോണിന് മെറ്റാലിക് സിൽവർ, അതായത് മെറ്റൽ, സിൽവർ മെറ്റൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഡെവലപ്പർ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ റിഡക്ഷൻ പ്രോസസ് എന്ന് പറയും. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ അയോൺ, അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള എലമെന്റിനെയാണ് നമ്മൾ അയോൺ എന്ന് പറയാ, അല്ലെ? അപ്പൊ ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, Ag പ്ലസ് ഉണ്ട്. ഇനി നമ്മൾ ഡെവലപ്പർ സൊല്യൂഷനിൽ ഇട്ടാൽ ഡെവലപ്പർ സൊല്യൂഷന്റെ ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഇതിലേക്ക് വരും. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഷെല്ലിൽ ഒരു വേക്കൻസി ഉണ്ട്, അതാണ് പോസിറ്റീവ് ചാർജ്, അല്ലെ? അപ്പൊ ആ വേക്കൻസിയിലേക്ക് ഈ ഇലക്ട്രോൺ വന്ന് ജോയിൻ ആവും. അപ്പൊ ഇതെന്തായി? ഇത് തിരിച്ച് വീണ്ടും കംപ്ലീറ്റ് എലമെന്റ് തന്നെ ആയി. ആ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് എന്ന് മാറിയിട്ട് Ag എന്നുള്ള എലമെന്റ് തന്നെ ആയി, സിൽവർ തന്നെ ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ചാർജ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ചാർജ് 0 അല്ലേ? ഇത് സ്റ്റേബിൾ ആറ്റം ആയിട്ട് മാറി. ആദ്യം ഇതിന് ചാർജ് +1 ആയിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും ചാർജ് എന്താ സംഭവിച്ചേ? ചാർജ് റെഡ്യൂസ് ആയി, റിഡക്ഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്, ഈ ഡെവലപ്മെന്റ് പ്രോസസ്സിന് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മെൻഷൻ ചെയ്യുക, എന്താണ് ഡെവലപ്മെന്റ്. നമ്മൾ എക്സ്പോസ് ചെയ്തത് കൊണ്ടാണോ മാം Ag പ്ലസ് ആയത്? നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഫിലിം Ag ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല, നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിന് മുന്നേ സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽ ആയിട്ടാണ് നിൽക്കുക. അതായത് ഫിലിമിന്റെ ഇമൾഷൻ ഉണ്ടല്ലോ, ആ ഇമൾഷനകത്ത് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽ ആയിട്ടാണ് ഉണ്ടാവുക, AgBr. ഓക്കെ, ഇങ്ങനൊരു ക്രിസ്റ്റൽ ആയിട്ടാ ഉണ്ടാക്കുക. ലൈറ്റ് വന്നാൽ ഇത് രണ്ടും രണ്ടെണ്ണാകും, Ag പ്ലസും Br മൈനസും ആകും. ഈ Br നമുക്ക് വേണ്ട, Ag ആണ് വേണ്ടത്. ഓക്കെ, നമ്മള് ഫിലിം ഉണ്ടല്ലോ, ഫിലിമില് ഇത് ഫിലിമിന്റെ ബേസ്, ഈ ചെറുത് ഫിലിമിന്റെ അഡ്ഹസീവ് ലെയർ, പിന്നെ ഫിലിമിന്റെ ഇമൾഷൻ, മെയിൻ സാധനം സിൽവർ ഹാലൈഡ് ഇമൾഷൻ, പിന്നെ ഒരു കോട്ടിംഗും ഉണ്ടാവും. അപ്പൊ ഈ സിൽവർ ഹാലൈഡ് ഇമൾഷന്റെ അകത്ത് ഉള്ളതാണ് ഈ സിൽവർ ബ്രോമൈഡ് ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പൊ ലൈറ്റ് വരുമ്പോ ശരിക്കും സംഭവിക്കുന്നത് ഈ സിൽവർ ബ്രോമൈഡ് ക്രിസ്റ്റൽസ് എന്ത് ആവാണ്? എക്സ്പോസ്ഡ് ആവാണ്. അപ്പൊ അതെന്തായിട്ട് മാറും? Ag പ്ലസും Br മൈനസും ആയിട്ട് മാറും. ആ ഒരു സ്റ്റേറ്റിനെ ആണ് നമ്മൾ ലാറ്റന്റ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോ എന്തായി? Ag പ്ലസ് ഉള്ളത് Ag ആയി. ഓക്കെ, ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്തൊക്കെയാണെന്നാണ്. ഹൈഡ്രോക്വിനോണും ഫെനിഡോണും ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ് ഡെവലപ്പിംഗ് ഏജൻസിൽ ഉള്ളത്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്വിനോണും ഫെനിഡോണും. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും? എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിൽവർ അയോൺസിനെ, Ag പ്ലസിനെ മെറ്റാലിക് സിൽവർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഡെവലപ്പിംഗ് ഏജൻസ് മാത്രമല്ല, ഡെവലപ്പർ എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ആക്ടിവേറ്റർ, റെസ്ട്രെയിനർ, പ്രിസർവേറ്റീവ്, ഹാർഡനർ, സീക്വസ്റ്ററിംഗ് ഏജന്റ്, സോൾവെന്റ്, ഓരോന്നായിട്ട് പറയാം. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, Na2CO3 അല്ലെങ്കിൽ NaOH. ഓക്കെ, അല്ലെങ്കിൽ ജെലാറ്റിനും യൂസ് ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ ആൽക്കലൈനിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഡെവലപ്പിംഗ് ആക്ഷൻ ഒന്നുകൂടെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ആക്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, അതാണ് ആക്ടിവേറ്റർ. റെസ്ട്രെയിനർ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ബ്രോമൈഡ്. ഇത് എന്ത് ചെയ്യും? ഫോഗിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഫിലിമിന്റെ ഫോഗിങ് പ്രിവെന്റ് ചെയ്യാനുള്ളതാണ് റെസ്ട്രെയിനർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എല്ലാ സിൽവർ ഹാലൈഡും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവില്ല, ചിലത് AgBr ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും, അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ഉണ്ടാവും. അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്യണ്ടല്ലോ, അപ്പൊ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രെയിനർ. നമുക്ക് Ag പ്ലസിനെ മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്രിസർവേറ്റീവ്. പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെ, ഈ ഫിലിമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പ്രിസർവേറ്റീവ്. സോഡിയം സൾഫൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാനും ഇതിന്റെ ലൈഫ് സ്പാൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സോഡിയം സൾഫൈറ്റ്. ഇനി ഹാർഡനർ ഉണ്ട്. ഹാർഡനർ എന്തിനാന്ന് വെച്ചാൽ അത് ഹാർഡായിട്ട്, അതായത് ഇമൾഷൻ ലെയർ വിട്ടു പോകാണ്ടിരിക്കാൻ. ഓക്കെ, ഗ്ലൂട്ടറാൽ ഡിഹൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹാർഡനർ ഒക്കെ സാധനം എന്താന്ന് ഓർമ്മയില്ലെങ്കിലും ഫംഗ്ഷൻ ജസ്റ്റ് എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇത് മൂന്നെണ്ണമാണ് നിർബന്ധമായിട്ട്, അല്ല ഇത് നാലെണ്ണം. അതായത് ഡെവലപ്പിംഗ് ഏജന്റ് എന്താ, ആക്ടിവേറ്റർ എന്താ, റെസ്ട്രെയിനർ എന്താ, പ്രിസർവേറ്റീവ് എന്താ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിലെ ഏജന്റുകൾ നിർബന്ധമായിട്ട് ഓർമ്മയുണ്ടാവണം. ഹാർഡനർ ഒന്നും
ഓർമ്മ വേണമെന്നില്ല, ജസ്റ്റ് ഹാർഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, സോഫ്റ്റനിങ് പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്, കൺട്രോൾ ചെയ്യാനുള്ളതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സീക്വസ്ട്രിങ് ഏജന്റ് ഹാർഡ്നറൊക്കെ ഷോർട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് മാം, 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഹാർഡ്നർ. അപ്പൊ അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് 3 വരിയാക്കിയിട്ട് എഴുതാം. ഹാർഡ്നർ യൂസ് ചെയ്യുന്നത് ഡെവലപ്പിംഗിലാണ്, ഡെവലപ്പർ ഏജന്റിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന സാധനം ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമൾഷന് സ്വെല്ലിംഗ് ആവുന്നതും ഇമൾഷന് സോഫ്റ്റ് ആവുന്നതും ഒക്കെ കൺട്രോൾ ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എഴുതാം. ഇവിടെ ഇപ്പൊ നമ്മള് 10 മാർക്കിന് എഴുതല്ലേ, ഡെവലപ്പർ സൊല്യൂഷനെ പറ്റി എഴുതല്ലേ, അപ്പൊ ബാക്കി ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ശരി. ഇനി സീക്വസ്ട്രിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ കീലേറ്റ്സ് ആണ്. ഇത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ, സോൾട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ ഡെവലപ്പർ, ഇത് എന്തായാലും ഒരു സൊല്യൂഷൻ ആവുമ്പോൾ അതിലൊരു സോൾവെന്റ് ഉണ്ടാവുമല്ലോ, ഇതിൽ വാട്ടർ ആണ് സോൾവെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഡെവലപ്പിംഗ് ഏജന്റ് ക്ലിയർ അല്ലേ? ഡെവലപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ് ആണ് റിൻസിങ്. റിൻസിങ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇതില് റെസ്ട്രെയിനർ ഉണ്ട്. റെസ്ട്രെയിനർ എന്താ ചെയ്യുക, അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള AgBrനെ ഡെവലപ്പ് ചെയ്യാണ്ട് നോക്കും എന്നുള്ളത്. അപ്പൊ കുറച്ച് എമൗണ്ട് അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനവും കിടക്കുന്നുണ്ടാവുമല്ലോ, Ag+ അല്ലാണ്ട് AgBr ആയിട്ട് തന്നെ ഉണ്ടാവും ഫിലിമില്. അതിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് റിൻസിങ്ങിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അൺഎക്സ്പോസ്ഡ് സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുക. കാരണം അത് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല, അപ്പൊ അത് ഒഴിവാക്കി കളയാം. ഓക്കെ, then ഫിക്സിംഗും ഡ്രൈയിങ്ങും. ഇനി റിപ്ലനിഷർ എന്താന്ന്, റിപ്ലനിഷർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെവലപ്പർ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിലിപ്പോ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഡെവലപ്പിംഗ് ഏജന്റ് ഉണ്ട്, റെസ്ട്രെയിനർ ഉണ്ട്, ഈ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സോഡിയം സൾഫൈഡ് ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ ഒരുപാട് നാൾ ഈ കെമിക്കൽ സൊല്യൂഷൻ ഇങ്ങനെ ഇരുന്നാൽ അതിന്റെ കോൺസെൻട്രേഷനും ബാലൻസും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റീപ്ലനിഷർ. ഓക്കെ, എന്തിനാന്ന് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം മാം, ഇടയ്ക്ക് സ്റ്റക്ക് ആയിരുന്നു, കേട്ടില്ല ശരിക്കും. അതായത് ഡെവലപ്പർ സൊല്യൂഷനിൽ നമ്മൾ ഇത്രയും പറഞ്ഞ ഏജന്റ്സ് ഇല്ലേ, ഡെവലപ്പിംഗ് ഏജന്റ് ഉണ്ട്, ആക്ടിവേറ്റർ ഉണ്ട്, റെസ്ട്രെയിനർ ഉണ്ട്, ഇത്രയും സാധനങ്ങൾ ഉണ്ട്. അപ്പൊ ഒരു ഡെവലപ്പർ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ കുറെ നാളത്തേക്ക് സെയിം സാധനം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇതിന്റെ കോൺസെൻട്രേഷനും ബാലൻസും ഒക്കെ കെമിക്കൽസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും മിക്സപ്പ് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബാലൻസ് പോവാണ്ടിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെപ്ലനിഷർ. റീപ്ലനിഷർ ഇതിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് റീസ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് ആണ്. ഇതെന്താ ചെയ്യുന്നത്, ഡെവലപ്പറിന്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡെവലപ്പർ യൂസ് ചെയ്യുന്നതോറും അതിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ റീപ്ലനിഷർ ആണ് ഇതിന്റെ ഒറിജിനൽ കോൺസെൻട്രേഷനിലേക്ക് തന്നെ മാറ്റുന്നത്. ദെൻ ഓൾറെഡി കൺസ്യൂംഡ് ആയിട്ടുള്ള കെമിക്കൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കൗണ്ടറാക്ട് ബ്രോമൈഡ് ബിൽഡപ്പ്. ഇപ്പൊ ഓവർ ടൈം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, Ag+നെ ഇതാക്കി കളയുന്നു, Ag സിൽവർ ആക്കി കളയുന്നു, അതിനകത്ത് Br- ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ആ Br- ഇങ്ങനെ ഒരുപാട് നാളിരിക്കുമ്പോ അത് അക്യുമുലേറ്റ് ആവും. അപ്പൊ അതിന് റിമൂവ് ചെയ്യാനും കൗണ്ടറാക്ട് ചെയ്യാനും ഈ റീപ്ലനിഷർ ഹെൽപ്പ് ചെയ്യും. പിന്നെ റീപ്ലനിഷ്മെന്റിന്റെ റേറ്റ് എത്ര കൂടുമ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മളൊരു 14-17 ഫിലിം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 40 ഫിലിംസ് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഒരു തവണ റീപ്ലനിഷ് ചെയ്യണം. ഓക്കെ, 40 ഫിലിം കഴിഞ്ഞാൽ ഒന്ന് റീപ്ലനിഷ് ചെയ്യുക, വീണ്ടും അടുത്ത 40 കഴിഞ്ഞാൽ ഒന്നുകൂടെ റീപ്ലനിഷ് ചെയ്യുക. ഓക്കെ, ഇതാണ് റീപ്ലനിഷർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതാം ഡെവലപ്പർ സൊല്യൂഷനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് നമുക്ക് ഇമേജ് അക്യൂസിഷനിലേക്ക് വരാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിജിറ്റൽ റേഡിയോഗ്രാഫിനെ പറ്റിയിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യണം. ബ്രീഫ്ലി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്. അപ്പോ ഇതിപ്പോ ഞാൻ കംപ്ലീറ്റ് ഡിജിറ്റൽ റേഡിയോഗ്രാഫിനെ പറ്റിയിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചോദിക്കുകയാണെങ്കിൽ DR മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഡിജിറ്റൽ റേഡിയോഗ്രാഫി തന്നെ നമുക്ക് കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി ഉണ്ട്, CCD ഉണ്ട്, പിന്നെ DR തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് DR ഉണ്ട്, ഡയറക്റ്റ് DR ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം എഴുതിയാൽ മതി ബ്രീഫ്ലി, ജസ്റ്റ് ഇത് ചോദിക്കുകയാണെങ്കിൽ. ഇപ്പൊ എന്തായാലും ബാക്കിയുള്ളതും കൂടെ അറിഞ്ഞു വെക്കണം, അല്ലെങ്കിൽ അത് എന്തായാലും 5 മാർക്കിന് ചോദിക്കും CR ഒക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്.
ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ കൺവെൻഷണൽ ഫിലിം അല്ലെങ്കിൽ സ്ക്രീൻ ഫിലിം റേഡിയോഗ്രാഫി യൂസ് ചെയ്യുന്നില്ല. കാരണം അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് പിന്നീട് വന്നതാണ് CR-ഉം DR-ഉം. ഓക്കെ, CR-ഉം DR-ഉം രണ്ടും ഡിജിറ്റൽ ഇമേജ് തന്നെയാണ്. CR കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, ഒരുപാട് സ്റ്റെപ്പ് വരുന്നുണ്ട്, റീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DR ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് DR എടുത്തത്? കാരണം അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? മെയിൻ തിങ് എന്ന് പറയുന്നത് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഫിലിം സ്ക്രീൻ ആകുമ്പോൾ ആ ഫിലിം പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. DR ആവുമ്പോൾ നമ്മൾ അടുത്തും ഒരു ആ ഇമേജ് സ്റ്റോർഡ് ആണ്, പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇത് അലോസ് പോസ്റ്റ് പ്രോസസ്സിംഗ്. വൺസ് ഇമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബ്രൈറ്റ്നസ് കൂട്ടാം, കുറക്കാം, കോൺട്രാസ്റ്റ് കൂട്ടാം, കുറക്കാം, പിന്നെ അനോട്ടേഷൻസ് കൊടുക്കാം, മാർക്കർ വെക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോസ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ ഇമേജിംഗ് ആകുമ്പോൾ. ഫിലിം സ്ക്രീൻ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ ഇമേജ് നല്ലതാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. then display of images in the computer monitor. ഇത് നമുക്കൊരു കമ്പ്യൂട്ടർ മോണിറ്ററിൽ കാണാൻ സാധിക്കും. മറ്റേത് നമുക്ക് കയ്യിലായിരുന്നു, ഫിസിക്കലി ആയിരുന്നു ഡിസ്പ്ലേ ആയിരുന്നത്. ഇത് നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിൽ കാണാം, പിന്നെ പാക്സിൽ യൂസ് ചെയ്യാൻ പറ്റും, പാക്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് മെൻഷൻ ചെയ്തോളൂ. ഡിജിറ്റൽ റേഡിയോഗ്രാഫിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അഡ്വാൻറ്റേജസ് ഒക്കെ മെൻഷൻ ചെയ്യുക, എന്നിട്ട് പിന്നെ ഓരോന്നും അതിന്റെ DR-നെ പറ്റിയിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റും പറഞ്ഞു തുടങ്ങിയാൽ മതി. ഇനി എന്തൊക്കെയാണ് ഒരു ഐഡിയൽ ഡിജിറ്റൽ റേഡിയോഗ്രാഫി സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു ഡിജിറ്റൽ റേഡിയോഗ്രാഫി സിസ്റ്റത്തില്? A physical design should have compatible size with screen film cassette. അപ്പൊ നമ്മള് സ്ക്രീൻ ഫിലിം കാസറ്റിൽ ഉണ്ടായിരുന്ന അതേപോലെ ഇവിടെ ഒരു ഇമേജ് റിസപ്റ്റർ സിസ്റ്റം, ഒരു ഇമേജ് റിസപ്റ്റർ ഡിസൈൻ വേണം. ഓക്കെ, then immediate readout facility. പെട്ടെന്ന് തന്നെ നമുക്ക് ഇമേജ് കിട്ടണം. ഓക്കെ, ഇമ്മീഡിയറ്റ് റീഡ് ഔട്ട് ഫെസിലിറ്റി. ഫിലിം സ്ക്രീനിന്റെ അത്ര സമയം വരാൻ പാടില്ല. ആ ഒരു ഡെവലപ്പിംഗ്, റിൻസിങ് അങ്ങനത്തെ പ്രോസസ്സിംഗ് പരിപാടികൾ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇമ്മീഡിയറ്റ് ആയിരിക്കണം. then robust and less costly. നമുക്ക് അത്രയും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ ഒരുപാട് കോസ്റ്റ്ലിയും ആവരുത്. then high quantum efficiency with low radiation dose for image capture. നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ പേഷ്യന്റിന്റെ ഡോസ് ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതേ സമയം തന്നെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. സ്പേഷ്യൽ റെസൊല്യൂഷനും കോൺട്രാസ്റ്റ് റെസൊല്യൂഷനും ഫിലിം സ്ക്രീനിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ വൈഡ് ഡൈനാമിക് റേഞ്ച് വേണം. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോ സപ്പോസ് ഇപ്പൊ ഫിലിം സ്ക്രീൻ റേഡിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു 1-2 യൂണിറ്റ് മാറിയാൽ തന്നെ ഇമേജിന് അത് നല്ല രീതിയിൽ ബാധിക്കും അല്ലെ. ഇമേജ് അണ്ടർ എക്സ്പോസ്ഡോ ഓവർ എക്സ്പോസ്ഡോ ആയി പോവാം. പക്ഷെ നമ്മൾ DR യൂസ് ചെയ്യുമ്പോൾ അത്രയും അണ്ടർ എക്സ്പോസ്ഡും ഓവർ എക്സ്പോസ്ഡും ഒന്നും ആവില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ വൈഡ് ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, then DICOM compatible ആയിരിക്കണം. DICOM എന്ന് പറയുന്നത് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ പറയാം മാം. സ്പേഷ്യൽ റെസൊല്യൂഷൻ പറയാം. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ചെറിയ ഒബ്ജക്ട്സിനെ നമുക്ക് രണ്ടെണ്ണം ആയിട്ട് തന്നെ കാണാനുള്ള കഴിവിനാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഞാനൊരു ഇമേജ് വരച്ചിട്ട് അത് മനസ്സിലാക്കി തരാം. 1 2 3 4 5 1 2 3 4 5. അപ്പൊ ഇതൊരു 5x5 മാട്രിക്സ് ആണ്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഡിജിറ്റൽ ഇമേജിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പിക്സല്, മാട്രിക്സ്, FOV എന്നൊക്കെ. അപ്പൊ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റിനെ, പിക്സൽസിന്റെ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് മാട്രിക്സ്. എത്ര കോളം എത്ര റോ. 5x5 എന്ന് പറഞ്ഞാൽ 5 കോളം. ഇതിലും 5 കോളംസ് ഇല്ലേ, 1 2 3 4 5. അതേപോലെ 5 റോസും ഉണ്ട്, 1 2 3 4 5. അപ്പൊ ഇതാണ് 5x5 മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഇമേജിംഗിൽ നമ്മൾ പിക്സൽ ആയിട്ടാണ് ആദ്യം വാല്യൂസ് ഗ്രാഫ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഡിജിറ്റൽ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും പിക്സൽസ് ആണ്. ഇനി നമുക്ക് ഇതിനകത്തൊരു വളരെ ചെറിയ രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് 2 യെല്ലോ ഡോട്ട്സ് ആണ്. അത് നമുക്ക് അത്ര രണ്ടെണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ, ഒറ്റ ഒന്നായിട്ടല്ലേ തോന്നുന്നത്.
ഓക്കെ, ഞാൻ തോന്നുന്നു സൂം ചെയ്താല് ഇപ്പൊ നോക്കിയത് രണ്ടെണ്ണമായിട്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ ഒരു എബിലിറ്റിനെയാണ്, അതായത് സൂം ചെയ്യാണ്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സൂം ചെയ്തതാണ്. സൂം ഒന്നും ചെയ്യാണ്ട് തന്നെ ഒരു സിസ്റ്റത്തിന് രണ്ട് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ചെറിയ രണ്ട് ഒബ്ജക്ട്സിനെ രണ്ടെണ്ണമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, ഏറ്റവും നല്ല സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉള്ളത് ഫിലിം സ്ക്രീൻ റേഡിയോഗ്രാഫിക്കാണ്. ഓക്കെ, അതായത് നമ്മൾ DRനേക്കാളും CTനേക്കാളും ഒക്കെ ഏറ്റവും നല്ല സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉള്ളത് പഴയ ഫിലിം സ്ക്രീൻ റേഡിയോഗ്രാഫിക്കാണ്. ഓക്കെ, നേരെ മറിച്ച് കോൺട്രാസ്റ്റ് റെസൊല്യൂഷൻ ആർക്കാണ്? അത് നമ്മളെ പുതിയ വരുന്ന ഡിജിറ്റൽ ഇമേജിങ്ങിലാണ്, DRലും CTയിലും ഒക്കെയാണ്. കോൺട്രാസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഷെയ്ഡ്സ് ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരേപോലത്തെ ഷെയ്ഡ് ഓഫ് ഗ്രേ. ഇപ്പൊ ബോണും എയറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നല്ലോണം വൈറ്റും ഒന്ന് നല്ലോണം ബ്ലാക്കും ആണ്. പക്ഷെ നല്ലോണം ഇതിനിടയിൽ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഗ്രേ കളർ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ സോഫ്റ്റ് ടിഷ്യൂ, ലിഗമെന്റ്, ടെൻഡൻ ഒക്കെ, ഇതൊക്കെ ഏകദേശം ഒരേ കളറാണ്. പക്ഷെ എന്നാൽ പോലും അത് രണ്ടും രണ്ട് ഡെൻസിറ്റി ആണ്, രണ്ട് കോൺട്രാസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൺട്രാസ്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പൊ കോൺട്രാസ്റ്റ് റെസൊല്യൂഷന് പുതിയ വരുന്ന ഇമേജിംഗ് മൊഡാലിറ്റീസ് ആണ് കൂടുതൽ. പക്ഷെ സ്പേഷ്യൽ റെസൊല്യൂഷന് നമ്മളെ പഴയ സ്ക്രീൻ ഫിലിം സിസ്റ്റത്തിന് തന്നെയാണ് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ DR ഉണ്ടെന്ന് നോക്കാം. DRല് CR ഉണ്ട്, ചാർജ് കപ്പിൾഡ് ഡിവൈസ്, CCD എന്ന് പറയും. ദെൻ ഡിജിറ്റൽ റേഡിയോഗ്രാഫിയിൽ തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇതുണ്ട്, റേഡിയോഗ്രാഫി ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം CR നോക്കാം. CRന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ CRൽ മെയിൻ സാധനം എന്താണ്? IP അല്ലെ, ഇമേജിംഗ് പ്ലേറ്റ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ആ ഇമേജിംഗ് പ്ലേറ്റ് എടുത്തിട്ട് പ്ലേസ് ചെയ്യും, എന്നിട്ട് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്തിട്ട് എക്സ്പോസ് ചെയ്യും അല്ലെ? അപ്പൊ ആ ഒരു ഇമേജിംഗ് പ്ലേറ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ആദ്യം ഒരു ID ടാബ്ലറ്റ് ഉണ്ടാവും, ചെറിയൊരു ഡിവൈസ്, അതിനുള്ളിൽ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ പേഷ്യന്റ് ഇൻഫർമേഷൻസ് സാധനങ്ങളൊക്കെ അടിച്ച് സ്കാൻ ചെയ്യും. ഏത് എക്സ്റേ ആണ് എടുത്തത്, ഏത് പാർട്ടാണ്, ഏത് പ്രൊജക്ഷൻ ആണ്, ആ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കും. നമ്മൾ ആ ഇൻഫർമേഷൻ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? റീഡിംഗ് പ്രോസസ്സറിൽ ഇടും അല്ലെ? അഗ്ഫെന്റെ ഒക്കെ പ്രോസസ്സർ ഉണ്ടാകും. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സറിൽ ഇട്ട് കൊടുക്കും. അതിനകത്താണ് ഇമേജ് ഫോർമേഷൻ സംഭവം നടക്കുന്നത്. ഈ ഇമേജിംഗ് പ്ലേറ്റ് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ഓപ്പൺ ആകും. അതിനകത്തുള്ള ഫോസ്ഫർ പ്ലേറ്റ്, അതാണ് ഇതിലെ മെയിൻ കോമ്പോണന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ സ്ക്രീൻ ഫിലിം പറഞ്ഞപ്പോൾ ഇമേജ് സ്റ്റോർ ചെയ്തിരുന്നത് ഫിലിം ആണ്, ഫിലിമിനകത്തുള്ള സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ്. ഇവിടെ ഇമേജ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഫോസ്ഫർ ആണ്. ഓക്കെ, ഫോസ്ഫർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറോ ഹാലൈഡ്സ്, ബേരിയം ഫ്ലൂറോ ബ്രോമൈഡ് അല്ലെങ്കിൽ ബേരിയം ഫ്ലൂറോ അയഡൈഡ്. ഓക്കെ, ഡോപ്ഡ് വിത്ത് യൂറോപ്പിയം. ഇവിടെ ഒരു രണ്ട് ഡോട്ടും EU എന്ന് എഴുതിയിട്ടുള്ളത് ഡോപ്ഡ് വിത്ത് യൂറോപ്പിയം, ഒരു ചെറിയ എമൗണ്ട് യൂറോപ്പിയവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ CR സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഇമേജിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, വാരിയസ് സൈസ്, നമുക്ക് വേണ്ട പാർട്ടിനനുസരിച്ച് വേണ്ട സൈസിൽ ഉള്ളത് ഉണ്ടായിരിക്കും. പിന്നെ ഒരു റീഡർ ഉണ്ട്, പിന്നെ ഇമേജ് കാണാൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ ഒരു പ്രിന്ററും ഉണ്ട്. നമുക്ക് ഫിലിം പോലെ പുറത്തേക്ക് കിട്ടുന്നത് പ്രിന്ററിനകത്ത് നിന്നാണ്. ഇനി CR ഇമേജിംഗ് പ്ലേറ്റിനകത്താണ് ഞാനിപ്പോ പറഞ്ഞ ഫോസ്ഫർ ഉള്ളത്. ഫോസ്ഫറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ സ്റ്റിമുലബിൾ ലൂമിനസെൻസ്. ഈ വേർഡിന്റെ മീനിങ് കട്ട് ചെയ്ത് നോക്കിയാൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോണ്, അതായത് എക്സ്റേ ഫോട്ടോണ്. അപ്പൊ ഒരു എനർജി വന്ന് വീണാല് എന്ത് സ്റ്റിമുലേറ്റ് ആകും? ലൂമിനസെൻസ് പറഞ്ഞാൽ ലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഫ്ലൂറസെന്റ് സ്ക്രീൻ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ എക്സ്റേ ബീമിനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. ഇവിടെ എക്സ്റേനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫോസ്ഫർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോസ്ഫർ എന്ത് ചെയ്യും? ഫോസ്ഫർ ഓൾറെഡി നമ്മൾ പേഷ്യന്റിന് എക്സ്റേ എടുത്ത സമയത്ത് ആ എക്സ്റേ ബീം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ലൈറ്റ് ആയി മാറിയിട്ടുണ്ടാവും, ലൈറ്റ് ഫോട്ടോൺ ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാസറ്റ്, ഈ ഫോസ്ഫർ അടങ്ങിയിട്ടുള്ള കാസറ്റ് നമ്മൾ റീഡറിനകത്തേക്ക് ഇടും. റീഡറിനകത്ത് ഇമേജ് പ്ലേറ്റ് റിമൂവ് ആയിട്ടുണ്ടാകും. എന്നിട്ട് ഈ ഒരു
ഫോസ്ഫർ ലെയർ ആണ് കാണുന്നത്. അപ്പൊ ആ ഫോസ്ഫർ ലെയറിന് നമ്മൾ എന്ത് ചെയ്യും? ലേസർ ലൈറ്റ് അടിക്കും. ഒരു റെഡ് കളർ ഉള്ളിൽ നടക്കുന്നുണ്ടാവില്ലേ ലേസർ ലൈറ്റ്. അപ്പൊ ആ ലേസർ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഈ ഇമേജിംഗ് പ്ലേറ്റ് ബ്ലൂ ഗ്രീൻ ലൈറ്റ് തിരിച്ച് എമിറ്റ് ചെയ്യും. ഓക്കെ, റിലീസ് ചെയ്യും. ആ ലൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അത് റേഡിയേഷൻ എക്സ്പോഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ ഭാഗത്തുനിന്ന് കൂടുതൽ എമിറ്റ് ചെയ്യുന്നത് ആ ഭാഗത്ത് ഒരു കളറ്, മറ്റേ ഭാഗത്ത് കുറഞ്ഞ കളർ. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇതിനിടയിൽ ഒരു PMT ഉണ്ടാവും, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. PMT നമ്മൾ ഇമേജ് ഇന്റൻസിഫയറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു PMT എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യാണ്, ഈ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടിത്തരും. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ഒരു ഇലക്ട്രിക് സിഗ്നൽ തരും. ഈ ലൈറ്റിനെ കളക്ട് ചെയ്ത് ലൈറ്റ് ഫോട്ടോണിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി തരുന്നത് PMT ആണ്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ഇലക്ട്രിക് സിഗ്നൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ജസ്റ്റ് ഡിജിറ്റൽ ആക്കുക, സ്റ്റോർ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ പ്ലേറ്റിനെ നമുക്ക് ഇറേസ് ചെയ്തിട്ടാണ് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഈ സെയിം പ്ലേറ്റിനല്ലേ വീണ്ടും വീണ്ടും എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് CR-നകത്ത് നടക്കുന്നത്. അപ്പൊ ക്ലിയർ ആണോ എന്തൊക്കെയാണ് ഇപ്പൊ CR-ൽ നടന്നത് എന്നുള്ളത്? ഓക്കെ, ഇനി അടുത്തത് ഡിജിറ്റൽ റേഡിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് രീതിയിലുണ്ട്. ഇതിൽ നമ്മൾ ഫ്ലാറ്റ് പാനൽ ഡിറ്റക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടേഴ്സ് ആണ്. ഇതിനകത്തൊരു തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ഉണ്ടാകും. ഇത് വളരെ ഫാസ്റ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എക്സ്പോസ് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, ഇനി ഇത് രണ്ട് രീതിയിലുണ്ട്. ഇൻഡയറക്റ്റ് ഡിറ്റക്ഷൻ ഫ്ലാറ്റ് പാനൽ സിസ്റ്റം ഉണ്ട്, ഡയറക്റ്റ് ഡിറ്റക്ഷനും ഉണ്ട്. സിമ്പിൾ ആണ്, നമ്മൾ CR-ൽ പറഞ്ഞ പോലെ തന്നെ. ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിൻഡിലേഷൻ ഫോസ്ഫർ ഉണ്ടാവും. ഫോസ്ഫറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റേനെ ലൈറ്റ് ആക്കാം. പിന്നെ ഒരു അമോർഫസ് സിലിക്കോൺ ഫോട്ടോ ഡയോഡ് ഉണ്ടാവും. ഇതാണ് ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ആണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്, റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഫംഗ്ഷൻ ഉണ്ട്. അതായത് ആദ്യം എക്സ്റേനെ ലൈറ്റ് ആക്കി മാറ്റുന്നു, ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫർ എന്ന് പറയുന്നത് ഗഡോലിനിയം ഓക്സിസൾഫൈഡ് യൂസ് ചെയ്യാറുണ്ട്, സീഷ്യം അയോഡൈഡും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോസ്ഫർ എന്ത് ചെയ്യും? എക്സ്റേ കൊണ്ടാൽ ലൈറ്റ് എമിറ്റ് ചെയ്യും, ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അമോർഫസ് സിലിക്കൺ ആണ് ഫോട്ടോ കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫോട്ടോ ഡയോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യും? ലൈറ്റിനെ ഇലക്ട്രോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ TFT-ൽ സ്റ്റോർ ചെയ്യും, പിക്സലിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി ഡയറക്റ്റ് ആണെങ്കിൽ ഒന്നുകൂടെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ആകുമ്പോൾ ഇതിനിടയിലുള്ള കൺവേർഷൻ പരിപാടി ഇല്ല. ലൈറ്റ് എക്സ്റേനെ ലൈറ്റ് ആക്കുന്നു, ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കുന്നു, അങ്ങനെയല്ല. ഡയറക്റ്റ് എക്സ്റേനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് അമോർഫസ് സെലനിയം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒന്നുകൂടെ സ്പീഡ് ആണ്, ഇംപ്രൂവ്ഡ് സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. ദെൻ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഐ മീൻ വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, ബട്ട് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ചെറിയ ചെറിയ ചലഞ്ചസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടക്ക് റൂമിന്റെ ടെമ്പറേച്ചർ നോക്കാറില്ലേ, AC-ന്റെ ടെമ്പറേച്ചർ. അപ്പൊ അത് സസെപ്റ്റബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ റേഡിയോഗ്രാഫി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം നമ്മൾ ഫിലിം സ്ക്രീൻ റേഡിയോഗ്രാഫി, ഡിജിറ്റൽ റേഡിയോഗ്രാഫി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് പല രീതിയിലും ഈ ഒരു കൺസെപ്റ്റ് തന്നെ പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ CR-ന് മാത്രം ചോദിക്കാം, DR-ൽ ഒരു പ്രിൻസിപ്പിൾ മാത്രം, ഡയറക്റ്റ് മാത്രം ചോദിക്കാം. ഓക്കെ, ബാക്കി നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയൊക്കെ ആയിട്ട് ഓരോ പേപ്പർ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കൊരു സ്റ്റുഡന്റും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാകും. ജോയിൻ ചെയ്തിട്ട് പറയാം കേട്ടോ. ഒരാളൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് റെക്കോർഡ് ഈ നോട്ട് അപ്ലോഡ് ചെയ്യോ മാം? അപ്ലോഡ് ചെയ്യാം. ക്ലാസ്സും വീഡിയോയും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നാളെ ഓഫ് ഇല്ല, എന്നാൽ ഞാൻ ഉച്ചക്കത്തെ ബ്രേക്കിന്റെ ടൈമിൽ ഇരുന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാനൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രിന്റ് എടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അങ്ങനെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കഴിയില്ല പ്രിന്റ് എടുക്കാൻ.
ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാലും നാട്ടിൽ പോയാൽ പറ്റുന്നല്ലാതെ ഇവിടെ നമ്മുടെ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ER എല്ലാം കൂടെ കോമൺ പ്രിന്ററാ. ER റിസപ്ഷൻ, ER റേഡിയോളജി. അപ്പൊ റിസ്കാ. റിസ്ക്. പിന്നെ എന്തായാലും ഒരു തവണ എഴുതുമ്പോ ഒന്ന് ബൈ ഹാർട്ട് ആവുകയും നമുക്കൊരു ഓർമ്മയിൽ ഇരിക്കുമല്ലോ അല്ലേ? പ്രിന്റിനേക്കാളും സ്വന്തം എഴുതിയത് വായിക്കുമ്പോഴാ ഒരു സുഖം. അതെ, പഠിക്കാൻ ശരിയാണ്. അതിലെ എഴുത്തിനേക്കാളും നമുക്ക് എഴുതിയതായിരിക്കും വായിക്കാനും. ഓക്കെ, ശരി.